റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? Yeah, 5 years മുന്നേ ഒരു 10 years relationship breakup ആയി. ബ്രേക്കപ്പ് ആയല്ലോ ബാ. 5 years മുന്നേ 10 year റിലേഷൻഷിപ്പ്. നമ്മള് 2ാം ക്ലാസ്സിൽ പ്രേമിക്കാൻ തുടങ്ങിയോ? പിന്നെ 3 months മുന്നേ എനിക്കൊരു നാനോഷിപ്പ് ഉണ്ടായിരുന്നു. ഓ ടാറ്റയുടെ ട്രാഫിക്കിലൊക്കെ അത് ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ എങ്ങനെ മൈലേജ് കിട്ടൂ? മൈലേജോ? അതല്ല, നാനോഷിപ്പ്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്. ന്യൂജൻ ഞാനും പ്രോഗ്രസീവാ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2 years ആയിട്ട് ഞാൻ പോളിയാമറിയിലായിരുന്നു. അതെവിടെ? യൂറോപ്പിലോ? എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവൻ എവിടെയാണ്? ബെൽജിയം? അത് സ്ഥലമല്ല, പോളിയാമറി. ഒരേ സമയത്ത് രണ്ടുപേരുമായിട്ട്. എന്താണ്? അത് തന്നെ. അപ്പൊ നമ്മളിപ്പോ എന്താ? നമ്മളിപ്പോ സോഫ്റ്റ് ലോഞ്ചിങ്ങിലല്ലേ. ഇതെന്താ റോക്കറ്റാ? അപ്പൊ ഇപ്പൊ റിലേഷൻ ഒന്നും ഇല്ല? എനിക്കെന്താ വട്ടുണ്ടോ? അപ്പൊ പിന്നെ അവർ തന്നെ ജസ്റ്റ് ഓർബിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവൻ നാസിലാണോ? ഓർബിറ്റിംഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കും. അപ്പൊ സിംഗിൾ ആണ് ഇപ്പൊ? യെസ് ഓഫ് കോഴ്സ്. പിന്നെ അർജുനുമായിട്ടൊരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ഓ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതി കൊടുക്കുന്ന എനിക്കുണ്ടായിരുന്നു ഐശ്വര്യ, എപ്പോഴും സിൽക്ക് ചോദിച്ചോണ്ടിരിക്കും. അതല്ല, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് വിത്ത് യു ഓൾസോ. ദൈവമേ, എന്തൊക്കെ നടക്കുന്ന നാട് വിടേണ്ട. ഹലോ, ലോങ് ഡിസ്റ്റൻസ് ഒന്നും പറ്റില്ല. ദുബൈയിൽ ഓൾറെഡി അപ്രൂവ് ആണ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ രാഹുലുമായിട്ടൊരു സിറ്റുവേഷൻഷിപ്പ്. അല്ല, തനിക്കെന്താ വേണ്ട? ഞാനിങ്ങനെ 2 പേര് കാണുന്നു, കണ്ണും ഉടക്കുന്നു, ഈ വയറ്റില് ബട്ടർഫ്ലൈസ്, പിന്നെ പ്രേമം, കല്യാണം, കുട്ടികൾ, ഫോറെവർ. I have heard this. എന്റെ അമ്മമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് പുരാണത്തിലുള്ളതാണെന്ന്. ഇതിപ്പോഴും നടക്കുന്നുണ്ട്. ഹലോ അളിയ, അവൾ എന്തൊക്കെ ഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നതാ? എടാ, നമുക്ക് ബെഞ്ചിങ് ചെയ്യാം. ബെഞ്ചിങ്. ഞാൻ ഓഫീസിൽ പോകുമ്പോ പഞ്ചിങ് ചെയ്യും ചേച്ചി. എടാ പൊട്ട, പഞ്ചിങ് അല്ല, ബെഞ്ചിങ്. വേണമെങ്കിൽ ബ്രെഡ് ക്രംസ്